കണ്ണപുരം സ്ഫോടന കേസിൽ പ്രതി അനൂപ് മാലിക് കച്ചവടം ചെയ്യാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് പോലീസ്. ഉത്സവകാലത്തേക്ക് വേണ്ടി നേരത്തെ തന്നെ പടക്കം തയ്യാറാക്കി വെക്കുകയായിരുന്നു. പടക്ക നിർമ്മാണത്തിനായി അനധികൃതമായി അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിലി, പടക്ക നിർമ്മാണമായിരുന്നു അനൂപ് മാലിക്കിന്റെ ലക്ഷ്യം. അത് അനധികൃതമായ അസംസ്കൃത വസ്തുക്കളൊക്കെ എത്തിച്ചുകൊണ്ടുള്ള ഒരു കച്ചവടമാണ് ലക്ഷ്യമിട്ടത് തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു. അനൂപിനെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള വിവരങ്ങളാണോ? പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് കാഞ്ഞങ്ങാട് നിന്നാണ് അനൂപ് കുമാർ എന്ന അനൂപ് മാലിക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് രാത്രിയോടെ കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്തായാലും അനൂപ് കുമാറിനെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് കച്ചവടത്തിനാണെന്നാണ് അനൂപ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത്. ഉത്സവകാലത്തേക്ക് നേരത്തെ പടക്കങ്ങൾ തയ്യാറാക്കി വെക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ തയ്യാറാക്കി വെക്കുകയാണ് ചെയ്തത്. കർണാടകത്തിൽ നിന്നടക്കം അനധികൃതമായി അസംസ്കൃത വസ്തുക്കൾ പടക്ക നിർമ്മാണത്തിനായി എത്തിച്ചുവെന്നുമാണ് മൊഴിയുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് എസ്.പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. കണ്ണപുരം പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘവും ഇയാളെ ചോദ്യം ചെയ്യും. കൊല്ലപ്പെട്ട ആളല്ലാതെ കൂടുതൽ ആളുകൾ നിർമ്മാണത്തിൽ പങ്കാളികളാണോ, കേരളത്തിന് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആളുകൾ ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ വാങ്ങുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. അതിനുശേഷം ഇയാളെ ഉച്ചയോടുകൂടി ഇവിടെ ഈ സ്ഫോടനം നടന്ന കീഴറയിലെത്തിക്കും. അവിടെ നിന്ന് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ചയാണ്. അതുകൊണ്ട് മജിസ്ട്രേറ്റിന് മുമ്പിലായിരിക്കും ഹാജരാക്കുക.